ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഈദ് സ്പെഷ്യലായിട്ടുള്ള ഒരു ഡ്രസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് റിക്വസ്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ ഒരു ഡ്രസ്സ് ചെയ്ത് കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ്. 4 മീറ്റർ ഷിഫോണാണ് നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. ലൈനിങ്ങും 4 മീറ്റർ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മളിത് കട്ട് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. കുറച്ചൊരു എന്താ പറയുക, ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു വർക്ക് എന്ന് മാത്രമേ ഉള്ളൂ. സിമ്പിളാണ് ചെയ്യാനൊക്കെ. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തെടുക്കാം. സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആദ്യം നമ്മൾ ക്ലോത്തിനെ രണ്ടായിട്ട് മടക്കിയിട്ട്, ലൈനിങ് പീസാണ് ഇത്, ലൈനിങ് പീസ് രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി അതിൽ നമ്മുടെ ഷോൾഡർ, ആം ഹോള്, പിന്നെ ചെസ്റ്റ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ മാർക്ക് ചെയ്യുക. പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. ഈ ലൈനിങ്ങിൽ ഞാനിതിൽ 45, 46 ആ ഒരു ലെങ്ത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ എലൈനായിട്ട് കട്ട് ചെയ്യുന്ന പോലെ, ഇങ്ങനെ സൈഡ് ഓപ്പൺ ഇല്ലാണ്ടൊക്കെ കട്ട് ചെയ്യില്ല, അതേപോലെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുക്കുന്നത്. ലൈനിങ് നമുക്ക് അങ്ങനെ ആവശ്യമുള്ളൂ, ഫ്ലെയർ കാര്യങ്ങളൊന്നും വേണ്ട ആവശ്യമില്ല. താഴത്തെ പോർഷൻ ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി മെയിൻ ക്ലോത്തിൽ രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് ഇതേപോലെ നമ്മൾ ഈ ഒരു ലൈനിങ് പീസ് അതിൻ്റെ മേളിൽ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സൈസിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യാറായിട്ടില്ല, നമുക്കിതെന്ത് ചെയ്യാം, ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? ലെങ്ത്ത് മാർക്ക് ചെയ്യുക. ലെങ്ത്ത് നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണോ, ഇപ്പോൾ 50 ലെങ്ത്ത് വേണമെങ്കിൽ 50 ലെങ്ത്ത് നമ്മൾ ഈ ഒരു ക്ലോത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഷോൾഡറിൻ്റെ അവിടുത്തെ ഇത് ആം ഹോളിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ സെൻറ്ററിലും ജസ്റ്റ് ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ സെൻറ്റർ എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതും ജസ്റ്റ് ഒന്നിങ്ങനെ ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നിവർത്തി വയ്ക്കാം. ഓക്കെ, ഇതേപോലെ ഈ ഒരു ക്ലോത്ത് നിവർത്തി വയ്ക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്യുക, ഒരു ഭാഗം മാത്രം കട്ട് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ തയ്യൽ തുമ്പ് എക്സ്ട്രാ നമ്മൾ സൈഡിൽ കൊടുക്കാൻ മറക്കരുത്. അത് കൊടുത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ ഞാൻ ഈ ഒരു സൈഡിൽ നേരത്തെ ഒരു മാർക്ക് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞില്ലേ, അവിടുന്ന് താഴത്തേക്ക് നിങ്ങൾക്ക് എത്ര ലെങ്ത്ത്, സ്ലീവിൻ്റെ അവിടുത്തെ ആ ഒരു ഡിസൈൻ വരാൻ വേണ്ടിയിട്ടാണ് എത്ര ലെങ്ത്ത് വേണമെന്നുള്ളത്. ഞാൻ 10 കൊടുത്തത്, 10 മതി എന്നുള്ളതുകൊണ്ട് 10 കൊടുത്തിട്ടുണ്ട്. അത് മാർക്ക് ചെയ്തിട്ട് പിന്നെ ഇവിടുന്ന് നമുക്കൊരു എന്താ പറയുക, ആർച്ച് പോലെ ഒരു ഷേപ്പിലാണ് വരേണ്ടത്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. താഴത്തുനിന്ന് ഞാനൊരു 10 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് പിന്നെ ഈ ഒരു ഷേപ്പിൽ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് ചെയ്യുന്നത്. എനിക്കങ്ങനെ വരച്ചിട്ടൊന്നും സ്കെയിൽ വെച്ച് വരയ്ക്കുക അങ്ങനത്തെ ശീലമൊന്നും ഇല്ലയെന്ന് അറിയാമല്ലോ. അപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ ഫ്രീ ഹാൻഡ് ആയിട്ട് ഇങ്ങനെ ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ വരച്ച് വരികയാണ്. കണ്ടില്ലേ? ഇവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വരച്ച് വരികയാണ്. എന്നിട്ട് അത് ഞാനിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. മനസ്സിലായോ? ഇതിപ്പോൾ ഒരു സൈഡ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ്, ഈ ഒരു ഭാഗം നമ്മൾ ചെയ്ത് കഴിഞ്ഞ്, ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വേറൊരു പീസും കൂടി ആവശ്യമുണ്ട്. നമുക്ക് ഒരെണ്ണം പോരാ, 2 എണ്ണം വേണം. അപ്പോൾ ഇനിയും എഗെയിൻ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. എത്രയാണോ നിങ്ങൾ ലെങ്ത്ത് നേരത്തെ എടുത്തത് സെയിം ലെങ്ത്ത് തന്നെ എടുത്ത് മാർക്ക് ചെയ്യുക. ആം ഹോള്, ചെസ്റ്റ്, ഇതൊക്കെ നമ്മൾ ഇനി എന്ത് ചെയ്യണം, മാർക്ക് ചെയ്ത് കൊടുക്കണം. ഷോൾഡറൊക്കെ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാം, അതും വരച്ചു കൊടുക്കുക. കട്ട് ചെയ്യാറായിട്ടില്ല, ജസ്റ്റ് ഇതേപോലെ സൈഡ് ഓപ്പൺ ഇല്ലാണ്ട് എങ്ങനെയാണോ നമ്മൾ ലൈൻ വരയ്ക്കുന്നത് അതേപോലെ. ഇതിപ്പോൾ ലൈനിങ് വെച്ച് വരച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതിന് നമുക്ക് ഒന്നിച്ചിട്ട് തന്നെ കട്ട് ചെയ്യാം. മനസ്സിലായോ? ഞാൻ ഇതേപോലെ ഒന്നിച്ച് വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ തയ്യൽ തുമ്പ് എക്സ്ട്രാ വിട്ടിട്ട് എന്ത് ചെയ്യാണ്, ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ലൈനിങ് വെച്ച് കട്ട് ചെയ്താൽ മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഈ ഒരു പീസിനെ ഇങ്ങനെ നിവർത്തി വയ്ക്കുക. ഓക്കെ, ഇതേപോലെ നിവർത്തി വെച്ചിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു ആർച്ച് പോലെയൊക്കെ കട്ട് ചെയ്ത് വെച്ച പീസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഈ ഒരു ഷേപ്പിൻ്റെ അവിടെ മാത്രം, ഈ താഴത്തെ ഭാഗം നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം അതിൻ്റെ മേളിൽ ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പിൽ മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കണം. ഇത് ക്യാമറയിൽ ആ ഒരു ഏരിയ പെട്ടില്ല കേട്ടോ, ഞാനത് കണ്ടില്ല. ഇതേപോലെ നമ്മൾ ആ ഒരു ഭാഗം മാത്രം ഇങ്ങനെ ചെരിച്ചിട്ടുള്ളത് അതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. നമുക്ക് മേളിൽ നിന്നേ അത് വരില്ല, ഈ താഴത്തെ പോർഷൻ മാത്രമേ ആ ഒരു സംഭവം വരുള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് നെക്കാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ എല്ലാത്തിൻ്റെയും നെക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നേരെ പകുതിയായിട്ട് മടക്കുക. മനസ്സിലായി? നമ്മൾ ഈ ക്ലോത്തിന് നേരെ പകുതിയായിട്ടില്ല, നെക്ക് വരുന്ന ഭാഗം മാത്രം വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് സ്ക്വയർ പോലെയൊക്കെ ആക്കി നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്തെടുക്കാം, നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ എക്സ്ട്രാ ആയിട്ട് ക്ലോത്ത് വരുന്നത്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട. നമ്മൾ എത്രയാണോ നമ്മൾ ഷോൾഡറിൻ്റെ ഒക്കെ അവിടെ മാർക്ക് ചെയ്ത് അത് മാത്രം ശ്രദ്ധിച്ചിട്ട് നെക്ക് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ എനിക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഇതേപോലെ കുറച്ച് ഫ്ലെയറും ഉണ്ടാവും. ഇനി അടുത്തതായിട്ട് നമുക്ക് കട്ട് ചെയ്യേണ്ടത് ബാക്ക് ഭാഗമാണ്. അപ്പോൾ ബാക്ക് ഭാഗം നമുക്ക് യോക്കൊക്കെ കട്ട് ചെയ്യുന്ന സംഭവമാണ് വരുന്നത്. അതും ലൈനിങ്ങിൽ ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് ക്ലോത്തിന് ആം ഹോളും പിന്നെ ഷോൾഡറും ഒക്കെ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്.
ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ട് തന്നെ, അതാണ് ഞാൻ പറഞ്ഞത്, സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഫ്രണ്ടും ബാക്കും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നുള്ളത്. ബാക്കിൽ നമുക്ക് യോക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഡിസൈനാണ് വരുന്നത്, അല്ലാണ്ട് ഒറ്റ പീസിൽ നമുക്ക് ബാക്ക് ഭാഗം വരുന്നില്ല. ഓക്കെ, മനസ്സിലായോ? ഇനി ഈ ഒരു ഭാഗം കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ യോക്ക് ഞാൻ ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് ലൈനിങ് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ലൈനിങ് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് താഴത്ത് വരാനുള്ള പോർഷൻ ഉണ്ടല്ലോ, അതും കൂടി നമ്മൾ എന്ത് ചെയ്യണം, കട്ട് ചെയ്തെടുക്കണം. ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, യോക്ക് കഴിഞ്ഞിട്ട് എത്ര ലെങ്ത്ത് വേണമെന്നുള്ളത്. ഇതേപോലെ സിമ്പിളായിട്ട് നമ്മൾ സൈഡ് ഓപ്പൺ ഇല്ലാണ്ടൊക്കെ കട്ട് ചെയ്തെടുക്കില്ലേ, അതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴത്തെ ഭാഗം ജസ്റ്റ് ഒന്ന് ഈ കോണ് ഇതേപോലെയും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു ലൈനിങ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് മെയിനായിട്ടുള്ള ഭാഗമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. എത്രയാണ് യോക്കിൻ്റെ ലെങ്ത്ത് എന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഇതേപോലെ ഒന്ന് എന്ത് ചെയ്യാണ്, കട്ട് ചെയ്ത് കളയാണ്. എന്നിട്ട് യോക്ക്, ഇതേപോലെ ഷോൾഡർ, പിന്നെ ചെസ്റ്റ്, ഇതൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. തയ്യൽ തുമ്പും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതിനെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ഇതിനിങ്ങനെ നിവർത്തി വെക്കണം. എന്നിട്ട് ഒരു ഭാഗം മാത്രം കട്ട് ചെയ്യാം. ഓക്കെ, ഇതേപോലെ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്യാം. എന്നിട്ട് നേരത്തെ നമ്മൾ ഈ ഫ്രണ്ട് പോർഷനിൽ ആ ഒരു ഈ ഫ്ലെയർ വരുന്ന സംഭവം ഉണ്ടല്ലോ, അത് ഇതേപോലെ ഇതിൻ്റെ മേളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. കാരണം സെയിം അളവിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ വരച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന പീസ് അങ്ങോട്ട് കളയുക. മനസ്സിലായോ? ഇപ്പോൾ ഇതേപോലെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് നെക്ക് എന്ത് ചെയ്യണം, ഇതേപോലെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. 3 ഇഞ്ച് വിഡ്ത്തിലാണ് നെക്കൊക്കെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബോട്ട് നെക്കോ ഏത് നെക്ക് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നെക്ക് എടുത്ത് അത് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഒരു പീസ്, ബാക്കിലത്തെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇതിൻ്റെ താഴത്തെ പോർഷനാണ് കട്ട് ചെയ്യേണ്ടത്. താഴത്തെ പോർഷനും ഇതേപോലെ എന്ത് ചെയ്യാം, നേരെ പകുതിയായിട്ട് ക്ലോത്തിനെ മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു അളവിൽ ഈ ഒരു പീസും കൂടി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലേ, ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ട് പോർഷൻ ഇതേപോലെ ലൈനിങ്ങുമായിട്ട് ഇതിൻ്റെ മേളിൽ എന്ത് ചെയ്യാം, ഈ ചിറകൊന്നും വരാത്ത ഭാഗമുണ്ടല്ലോ, നോർമലി ആയിട്ടുള്ള ആ ഒരു പീസ് ഇതിൻ്റെ മേളിൽ ഇതേപോലെ വെച്ചിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു കോണ് വന്നിട്ടുണ്ട്, അതൊക്കെ അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നെക്ക് ജോയിൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇവിടെ ഇങ്ങനെ അതൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഏത് ഭാഗത്താണ് നമുക്ക് ഈ ഒരു സംഭവം വരേണ്ടതെന്ന് നോക്കണം. പിന്നെ നമ്മൾ ആ ഒരു എന്താ പറയുക, ഈ താഴത്ത് ഇങ്ങനെ ഈ ഇൻഡു മാർക്ക് പോലെ വരുന്നില്ല ആ ഒരു ഡിസൈൻ, അത് കറക്റ്റ് നോക്കണം. അല്ലാണ്ട് രണ്ടും കൂടി ഒരേ ഭാഗത്ത് പോയി വെച്ച് പോകരുത്. അത് നോക്കിയിട്ട് വേണം അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ നെക്കൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. മനസ്സിലായോ? ഈ നെക്ക് ഞാൻ ഒരു പീസ് വെച്ചിട്ടാണ് നെക്ക് ഫിനിഷ് ചെയ്യുന്നത്. ഇതേപോലെ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഈ ബാക്ക് സൈഡ് കൂടി ഒന്ന് ചെയ്തെടുക്കണം. ഓക്കെ, ഇതേപോലെ നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇതിവിടെ ഇങ്ങനെ വെക്കുക, ഒന്നും അറ്റാച്ച് ചെയ്ത് കൊടുക്കാറായിട്ടില്ല. നമുക്ക് ബാക്ക് എടുക്കാം. ബാക്കിൽ ഞാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. നമുക്ക് യോക്ക് എന്താ പറയുക, ബാക്കിലത്തെ യോക്കിൽ ഒരു പീസും കൂടി ആവശ്യമുണ്ടായിരുന്നു. നോർമലി നമ്മൾ ലൈനിങ് എത്രയാണോ കട്ട് ചെയ്തെടുത്തിട്ടുള്ള അതേപോലെ സെയിം ഒരു യോക്ക് പീസും കൂടി നമുക്ക് ആവശ്യമുണ്ടായിരുന്നു. അത് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ക്യാമറയിൽ അത് വന്നില്ല, അതുകൊണ്ടാണ് അത് വിട്ടുപോയത്. കണ്ടില്ലേ, ഇപ്പം ഞാൻ അവിടെ ഫിറ്റ് ചെയ്ത് കണ്ടില്ലേ, അതേപോലെ ഒരു സംഭവം നമുക്ക് ഓൾറെഡി എന്ത് ചെയ്യണം, അത് സെറ്റ് ചെയ്തിട്ട് നമ്മൾ എടുക്കണം. ആദ്യം നമ്മൾ അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചിറക് വരുന്ന സംഭവം അതിൻ്റെ മേളിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കട്ട് ചെയ്യുന്നത് വിട്ടുപോയി. ഒന്നുമില്ല, നമ്മൾ ലൈനിങ് പീസ് എങ്ങനെയാണോ കട്ട് ചെയ്ത് അതേപോലത്തെ ഒരു യോക്ക് പീസ് നമ്മുടെ ഷിഫോൺ ക്ലോത്തിൽ നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം. മനസ്സിലായോ? അത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഇനി നമുക്ക് ഇതിൻ്റെ മേളിൽ ആ ഒരു ചിറക് വരുന്ന സംഭവം ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. നോർമലി ആയിട്ടുള്ള യോക്ക് നമ്മൾ ഇതേപോലെ ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ലൈനിങ്ങിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ചിറകോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ചിറക് അതിൻ്റെ മേളിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് എന്താ പറയുക, വീഡിയോയിൽ വന്നില്ല, അത് മിസ്സായിപ്പോയി. അപ്പോൾ അത് ഇതേപോലെ ഞാൻ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ മേളിൽ ഇതേപോലെ ജസ്റ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ഫിറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ലെഫ്റ്റ് നമ്മൾ ഏത് സൈഡിലാണോ ഈ ചിറക് വരുന്നത് അതേ സൈഡ് തന്നെ ആയിരിക്കണം ഓപ്പോസിറ്റ് ഉള്ളത്. അത് നമ്മൾ നോക്കിയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് മാറിപ്പോരുത്, ലെഫ്റ്റും റൈറ്റും ആയിപ്പോരുത്. ഒരേ ഇപ്പോൾ ലെഫ്റ്റാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ലെഫ്റ്റ്, റൈറ്റാണ് റൈറ്റ്. അത് നോക്കിയിട്ട് വേണം നമ്മളിത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിത് ഇതേപോലെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് നെക്കും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് ഇനിയാണ് നമുക്ക് നമ്മുടെ
ഫ്രണ്ട് പോർഷൻ ഇതിൻ്റെ മേളിൽ ഇതേപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഷോൾഡർ ടു ഷോൾഡർ ഒന്നിച്ചിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചിറക് വരുന്ന നോക്കിക്കോ, അത് കറക്റ്റ് ഒരേ സൈഡിൽ തന്നെ ആയിരിക്കണം. ഇതാണ് നമ്മൾ മെയിനായിട്ട് എപ്പോഴും നോക്കണം. ചെറിയ ചെറിയ കാര്യമാണ്, പക്ഷേ ഇതാണ് നമുക്ക് മിസ്റ്റേക്ക് വരിക. അറിയാതെ നമ്മൾ ചിലപ്പോൾ ലെഫ്റ്റുള്ളത് റൈറ്റിലൊക്കെ ആയിപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം. ഇനി ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നിച്ചിട്ട് അങ്ങനെ ഫുള്ളല്ല ചെയ്യേണ്ടത്. ഷോൾഡറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഈ സെൻറ്ററിൽ വരെ മാത്രമേ നമ്മൾ ചെയ്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് സെൻറ്ററിൽ വരെ മാത്രം, നേരെ പകുതി വരെ മാത്രം ഒന്നിച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ ചിറക് വരുന്നത് മാത്രം എവിടെയാണോ നമ്മൾ നിർത്തിയത് ആ നിർത്തി അവിടുന്ന് ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യുക, ഈ ഒരു ചിറകിൻ്റെ എൻഡ് വരയ്ക്ക് ഒന്നിച്ച് ചെയ്തെടുക്കുക. നമ്മൾ സൈഡ് ഓപ്പൺ ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഫ്രോക്കിൻ്റെ ഒക്കെ ചെയ്യുന്നില്ല, അതേപോലെ ഇവിടുന്ന് മുതൽ അങ്ങോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യുക. അതും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എവിടുന്നാണോ നമ്മൾ സ്റ്റിച്ച് നിർത്തിയത് അവിടുന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഇത് ഉള്ളിലോട്ടേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ ഉള്ളിലോട്ടേക്ക് വെക്കുക. ആ ഒരു ചിറക് വരുന്നത് ഉള്ളിലോട്ടേക്ക് വെച്ചിട്ട് ബാക്കി വരുന്നത് ഇതേപോലെ വെക്കുക. അത് എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ വെക്കുക, എന്നാലേ നമുക്ക് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ല, ചെയ്ത് കഴിഞ്ഞപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ചിറക് വരുന്നത് വേറെയും നമ്മുടെ ഷോൾഡർ വേറെയും ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോഴേ നമുക്ക് അവിടെ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി മെയിൻ ഭാഗം എടുക്കുമ്പോൾ കണ്ടില്ല, അങ്ങനെ അവിടെ ഒരു സെപ്പറേഷൻ ആയിട്ട് എന്താ പറയുക, സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടോ ഒന്നും മനസ്സിലാവില്ല. കറക്റ്റായിട്ട് നമുക്കത് കിട്ടും. കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ചോ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇതേപോലെ നമുക്ക് നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ നേരെ അപ്പുറത്തെ വശത്തുള്ള ഷോൾഡറും കൂടി ജോയിൻ ചെയ്യും. ഈ ഒരു ഷോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ നമ്മൾ രണ്ട് ഭാഗത്തും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ സ്ലീവ് വെക്കുന്നുണ്ട്. സ്ലീവിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, കാരണം എപ്പോഴും സ്ലീവിൻ്റെ എന്താണ് കാണിക്കാനുള്ളത്. നിങ്ങൾക്ക് ഫുൾ സ്ലീവ് വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ വെക്കുക, സ്ലീവ്ലെസ് ആണ് അങ്ങനെയും വെക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാനൊരു എന്താ പറയുക, ഒരു മുട്ട് വരെ വരുന്ന പോലെ ഒരു 13 ആ ഒരു ലെങ്ത്ത് വരുന്ന 2 സ്ലീവാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ രണ്ട് ഭാഗത്തും എന്ത് ചെയ്യാം, സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒരു ഭാഗത്ത് ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മറ്റേ വശത്ത് ഉള്ളിലാണ് വരുന്നത്, സ്ലീവ് ഉള്ളിലാണ് വരിക, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്ക് പോർഷനിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കണമല്ലോ താഴത്ത്. അപ്പോൾ അത് ഫിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫുള്ളായിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അറ്റം വരെയും പോകാൻ പറ്റില്ല. അത് നോക്കണം. കാരണം ഇതേപോലെ ജസ്റ്റ് ഒരു ഭാഗത്ത് നിന്ന് ആ ചിറക് വരാത്തൊരു ഭാഗമുണ്ട്. ഒരു ഭാഗം ചിറകില്ല, ഒരു ഭാഗം ചിറക് വരും. അപ്പോൾ ഈ ചിറക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് കുറച്ച് പോർഷൻ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന പോലെ തോന്നും. കാരണം നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് അങ്ങനെ അറിയില്ലല്ലോ, സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ചെയ്ത് വരികയല്ലേ. അപ്പോൾ അതുമല്ല, അളവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ വരും. അതൊക്കെ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു എനിക്ക് കുറച്ച് എക്സ്ട്രാ ആയിട്ട് പീസ് വന്നു, ഇതേപോലെ എക്സ്ട്രാ ആയിട്ട് പീസ് വന്നപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കളയാണ്. എല്ലാവർക്കും വരും ഇങ്ങനെ ചെയ്യുമ്പോൾ, എത്ര നമ്മൾ കറക്റ്റായിട്ട് എടുത്താലും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്കിത് ഇവിടെയാണ് നമുക്ക് ബോഡി ഷേപ്പൊക്കെ വരേണ്ടത്. അപ്പോൾ ബോഡി ഷേപ്പും കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്ന പീസ് നമുക്ക് ആവശ്യമില്ല. അത് നമ്മൾ ആദ്യമേ കട്ട് ചെയ്ത് കളയണം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ഞാൻ നോക്കിയിട്ട് എന്ത് ചെയ്യാണ്, ഉള്ളിലോട്ടേക്ക് കുറച്ചിങ്ങനെ ആയിട്ട് ഇങ്ങനെ ആ ഒരു ഷേപ്പിൽ, ജസ്റ്റ് ഒരു ആർച്ച് പോലെ വരുന്ന ഷേപ്പിൽ ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ ഇതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ചുരുണ്ട് നിൽക്കുന്ന പോലെയൊക്കെ ഫീൽ ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാവൂ, ഇതിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇതേപോലെ ഞാൻ ഇതിൻ്റെ താഴത്ത് വരുന്ന പോർഷൻ ലൈനിങ് ഉൾപ്പെടെ ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഇപ്പോൾ കാണുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ചിറകുള്ള പോലെ ഒന്നും തോന്നൂല, കാരണം ചിറക് ഇവിടെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ മേളിൽ ഇങ്ങനെ ചിറകിരിപ്പുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ വേറൊരു പീസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇനി നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോഴാണ് കുറച്ചിനെ ശ്രദ്ധിക്കേണ്ടത്. ഷേപ്പ് ചെയ്യുമ്പോഴും നമ്മൾ അങ്ങനെ എടുത്ത് ഷേപ്പ് ചെയ്യാനും പറ്റില്ല. ഉള്ളിലത്തെ ഭാഗം മാത്രമേ നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, എന്നാലേ ആ ചിറക് ഇങ്ങനെ പുറത്തിരിക്കുന്ന പോലെ തോന്നുള്ളൂ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടാവും, പക്ഷെ ശ്രദ്ധിച്ച് നോക്കുക, കൺഫ്യൂഷൻ വരാത്ത പോലെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് ചെയ്യുമ്പോഴും ഭയങ്കര കൺഫ്യൂഷനായിരുന്നു, പക്ഷെ വളരെ സിമ്പിളാണ്. ഒരിച്ചിരി ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് പറഞ്ഞ് തരാൻ വേണ്ടിയിട്ട്. ഇനി ഡൗട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചോളൂ, ഞാനത് ക്ലിയർ ചെയ്ത് തരും, ഉറപ്പായിട്ടും ക്ലിയർ ചെയ്ത് തരും. ഇനി നമുക്കിനി ഈ ഒരു ഷേപ്പ് ചെയ്യുമ്പം താഴത്തെ ഭാഗമൊക്കെ നമ്മൾ ലോക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം,
ആദ്യമേ സ്റ്റിച്ച് ചെയ്ത് വെച്ചോളൂ, കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു ഭാഗം ഷേപ്പ് ചെയ്യാൻ ഈസിയാണ്, കാരണം ഒരു ഭാഗത്ത് ചിറകോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് ഈ ഒരു ഭാഗം, ഈ ചിറക് വരുന്ന ഭാഗം ചെയ്യാനാണ് കുറച്ചൊരു ടൈം നല്ല കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത്. അത് നമ്മൾ ഈ ചിറകിനൊക്കെ അങ്ങോട്ട് ഉള്ളോട്ടേക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് വേണം നമ്മളത് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സ്ലീവിൻ്റെ അവിടുന്ന് നമ്മൾ ഷേപ്പ് ചെയ്ത് വരികയാണ്. ഇതേപോലെ ഷേപ്പ് ചെയ്ത് വരുമ്പോൾ ഈ ചിറകിനെ നമ്മൾ ഉള്ളിലോട്ടേക്ക്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഉള്ളിലോട്ടേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എവിടെയാണ് ഷേപ്പ് വരേണ്ടത് എന്നുള്ളത് ആ യോക്ക് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ, ആ ഒരു സ്റ്റിച്ചിൻ്റെ അവിടത്തേക്ക് നമ്മൾ നിർത്തണം. ഒരു ഇഞ്ച് പോലും താഴ്ത്ത് പോകാൻ പാടില്ല. കറക്റ്റ് ആ ഒരു യോക്കിൻ്റെ അവിടെ, ആ ഒരു സ്റ്റിച്ച് വരുന്ന അവിടെ തന്നെ നിർത്തുക. മനസ്സിലായോ? അപ്പോഴേ നമുക്ക് നമ്മൾ ആ ഒരു ഫിനിഷിങ്ങും കിട്ടുള്ളൂ, ചുരുളാതെ നമുക്ക് കറക്റ്റ് ആ ഒരു സൈഡ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. ഇതേപോലെ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു ചിറകുണ്ടല്ലോ അതിനെ അങ്ങോട്ട് ഉള്ളോട്ടേക്ക് ഇങ്ങനെ മാറ്റിയിട്ട് നമുക്ക് ഉള്ളിലത്തെ യോക്കിൻ്റെ ആ ഒരു പോർഷൻ മാത്രമേ നമുക്കിവിടെ ബോഡി ഷേപ്പിൽ വരാവുള്ളൂ. ഓക്കെ, ആ ചിറക് ഇതിൻ്റെ കൂടെ വരാൻ പാടില്ല. അതിനെ മാക്സിമം ഉള്ളിലോട്ടേക്ക് ആക്കിയിട്ടിതാ ആ ഒരു യോക്കിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇവിടത്തേക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് നമുക്ക് ബാക്കി വരുന്നതൊക്കെ ഉള്ളിലോട്ടേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കുക. ഈ ഒരു പീസിനെയൊക്കെ ഉള്ളിലോട്ടേക്ക് അങ്ങ് മാറ്റി കൊടുക്കുക. ചുരുളാത്ത പോലെ അങ്ങോട്ടേക്ക് മാറ്റി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനി വരുന്നത് ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഈ ലൈനിങ്ങിൻ്റെ അവിടെ നിന്ന് തന്നെ ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഫുള്ളായിട്ട് കൊടുക്കരുത് കേട്ടോ. ജസ്റ്റ് ഒരു 5 or 10 ഇഞ്ചോ മാത്രമേ ഒന്നിച്ച് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുള്ളൂ. ഇതേപോലെ വെച്ചിട്ട് ഇവിടെ വരെ മാത്രമേ നമ്മൾ ലൈനിങ്ങിൻ്റെ കൂടെ ഒന്നിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വരുന്നുള്ളൂ. അവിടത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ലൈനിങ് വേറെയും ഇതേപോലെ വെച്ച് ലൈനിങ് വേറെയും ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ഷിഫോണ് വേറെയും ചെയ്തെടുക്കുക. അപ്പം നമുക്ക് കറക്റ്റായിട്ടുള്ള എന്താ പറയുക, ആ ഒരു ഷേപ്പും കിട്ടും. ഈ ഒരു ഭാഗത്തും അതേപോലെ തന്നെ ലൈനിങ് വേറെയും നമ്മുടെ ഷിഫോണ് വേറെയായിട്ട് തന്നെ ചെയ്തെടുക്കുക. മനസ്സിലായോ? ഈ ഒരു ഭാഗത്താണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരിക. അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, ഒരു ഡൗട്ടും വരില്ല, ക്ലിയർ ആയിട്ട് തന്നെ കിട്ടും. എന്തായാലും ഞാനിത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ എനിക്ക് എന്തായാലും കൊളായിട്ടില്ല. നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത്. കൊളാണെങ്കിൽ ഞാൻ എന്തായാലും കാണിക്കില്ല, അത് ഉറപ്പാണ്. ഞാൻ എന്താ പറയുക, മോശമായ ഒരു ഡ്രസ്സ് ഞാൻ എൻ്റെ വീഡിയോ ട്യൂട്ടോറിയൽ ചെയ്യില്ല. ഓക്കെ, ഇനി ഈ ഒരു കോണൊക്കെ വരുന്ന ഭാഗത്ത് ലൈനിങ് ചിലപ്പോൾ നമുക്ക് പുറത്ത് കാണുന്നുണ്ടെങ്കിൽ അതിന് ഇതേപോലെ എന്ത് ചെയ്യുക, ഒന്ന് വെട്ടിക്കൊടുക്കുക. മനസ്സിലായോ? ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇനി എല്ലാ ഭാഗവും ഞാൻ ലോക്ക് ചെയ്തിട്ടൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. താഴത്തെ ഭാഗവും ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഫൈനൽ ലുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഞാൻ ഒരുപാട് ലെങ്ത്ത് വെച്ചിട്ടില്ല, ആദ്യമേ പറയാം. ഞാനിത് ഫുൾ ലെങ്ത്ത് എടുത്തില്ല. നിങ്ങൾക്ക് ഫുൾ ലെങ്ത്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെങ്ത്ത് കൂടുതൽ എടുത്താൽ മതി. ഞാനിപ്പോൾ 45, 46 ലെങ്ത്ത് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 50, 55 എടുക്കാം. അതിനനുസരിച്ചിട്ട് എന്താ പറയുക, ക്ലോത്ത് 4 മീറ്റർ എന്നുള്ളത് ചിലപ്പോൾ 5 മീറ്ററൊക്കെ വേണ്ടി വരും. അതൊന്ന് ശ്രദ്ധിക്കാനേ ഉള്ളൂ. ഒരു ഭാഗത്ത് സ്ലീവ് കണ്ടില്ലേ, ഇതേപോലെ വരുന്നുണ്ട്. ഫുൾ സ്ലീവ് വെക്കണം എന്നുള്ള ആൾക്കാർക്ക് ഫുൾ സ്ലീവും വെക്കാം. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈദ് ആയിട്ട് എന്താ പറയുക, വെറൈറ്റി ആയിട്ട് ഇടണം എന്നുള്ള ആൾക്കാരൊന്ന് ട്രൈ ചെയ്യുക. ഭംഗിയായോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ എന്താ പറയുക അഭിപ്രായങ്ങളൊക്കെ പറയുക. എന്തായാലും മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക്